ഓരോരുത്തരും ഇവിടെ ജോയിൻ ചെയ്യുന്നത്? ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യുന്നത് എന്തിനാ? നിങ്ങൾക്ക് നിങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. അതിൽ ഫസ്റ്റ് എടുക്കേണ്ട ഒരു തീരുമാനം നിങ്ങൾ മാറാണ് അല്ലോ. പഴയ ഒരു ലൈഫിൽ നിന്നും പുതിയൊരു ലൈഫിൽ എങ്ങനെയാണ് സെറ്റാക്കാം. ജീവിതത്തെ കുറിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്, നമ്മുടെ മൈൻഡിനെ കുറിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാവണം. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെഷൻസ് സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, അറ്റൻഡ് ചെയ്യാത്തവരുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം തീരുമാനം എടുക്കുക. ഇൻഷാ അല്ലാ എല്ലാ ദിവസവും ഞാൻ ഇതേ സമയത്ത് നിങ്ങളുടെ കൂടെ കുറച്ച് സമയം ഇരിക്കണം എന്നുള്ളത് ചിന്തിക്കുന്നുണ്ട്. ആദ്യം നിങ്ങളൊരു തീരുമാനം എടുക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി മുതൽ എന്നും വീഡിയോ മോഡിൽ തന്നെ വന്നിരിക്കും എന്നുള്ളത്. എന്നിട്ട് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിക്ക് ഒന്നുകൂടെ ആഴത്തിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫേസിൽ തന്നെ നിങ്ങളെ ഫേസ് കാണുമല്ലോ നിങ്ങൾക്ക്. അപ്പൊ ആ കണ്ണിൽ നോക്കിയിട്ട് തന്നെ ഓക്കെ, ഐ എം ഓക്കെ എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇപ്പോൾ പറ്റുന്നവർ വീഡിയോ ഓൺ ആക്കുക. അപ്പോൾ പല രീതിയിലായിരിക്കും നിങ്ങൾ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കണ്ടെത്തുക. ആ സ്ഥലത്ത് സ്ഥിരമായിട്ട് തന്നെ ഇരുന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇരിക്കുക. വീഡിയോ മോഡിലൊക്കെ വന്നിരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാവുക. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ തന്നെ. ഇതിലുള്ള കൂടുതൽ പാരൻസും എൻ്റെ രക്ഷിതാക്കൾ തന്നെ ആവും, എൻ്റെ മക്കളുടെ രക്ഷിതാക്കളാവും. അപ്പൊ ഞാൻ ആദ്യം എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇപ്പൊ ഞാൻ എവിടെയാണ്? ഞാൻ വലിയ സംഭവമായി എന്നുള്ളതല്ല, പക്ഷെ മനസ്സിന് നല്ല സമാധാനവും ശാന്തിയും കാര്യങ്ങൾ ഫൗണ്ടേഷൻ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 സംതിങ് ആളുകളുണ്ട്. അതില് എത്ര പേരെ കയറിയത്? 13 പേരാണ് നിങ്ങൾ കയറിയിട്ടുള്ളത് എന്നുള്ളത്. ഈ 13 പേര് നിങ്ങളോട് തന്നെ ഒരു സ്പെഷ്യൽ താങ്ക് യു പറയാം. നിങ്ങളോട് തന്നെ ഒരു നന്ദി പറയാം. കാരണം ഇത്രയും ആളുകളിൽ നിന്നും പടച്ചോനെ നിങ്ങൾ സെലക്ട് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ആ മനസ്സ് തന്ന് ഇവിടെ ഇരുത്താൻ നിങ്ങൾക്ക് തോന്നി, നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഈ സമയത്ത് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയമായിരിക്കാം. അപ്പോൾ എങ്കിൽ പോലും എന്തെങ്കിലും ഒരു ചെറിയ അറിവ് എനിക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റിയതിൽ നിങ്ങളോട് തന്നെ താങ്ക് യു പറയാ. ഞാനും നിങ്ങളോട് ഓരോരുത്തരോടും എന്നെ കേൾക്കാനുള്ള മനസ്സ് കാണിച്ച് ഇവിടെ വന്നതിൽ ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മെഡിറ്റേഷനിലേക്ക് കടക്കാം. ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ്സ് ഒന്ന് മെഡിറ്റേഷൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇടത് കൈക്ക് മുകളിൽ വലത് കൈ വെക്കുക. തള്ളവിരൽ കൂട്ടിമുട്ടിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? നട്ടിൽ നിവർന്ന് ഇരുന്നതിന് ശേഷം എന്ത് ചെയ്യുക? കണ്ണുകൾ അടച്ചിട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ബ്രീത്തിങ് മെഡിറ്റേഷന്റെ ഒരു എന്താ പറയാ വോയിസ് കാര്യങ്ങളൊക്കെ വീഡിയോ സെറ്റ് ആക്കിയിട്ട് ഞാൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതിൽ പ്രാക്ടീസ് ചെയ്യുക. ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നവർ അത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓഫ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബ്രീത്തിങ്. കണ്ണുകൾ അടച്ചോളൂ. കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിട്ടിരിക്കുക. ഓക്കെ, ഞാൻ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ പറയുമ്പോൾ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ദൈവത്തിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കുന്നതായിട്ടും ശരീരം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നതായിട്ടും നിങ്ങൾ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യുക, ഒന്ന് കാണുക. അതുപോലെ തന്നെ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ മലിനങ്ങളും, എല്ലാ അനാവശ്യ ചിന്തകൾ കാര്യങ്ങൾ എല്ലാം കറുത്ത പുകയായിട്ട് പുറത്തേക്ക് പോകുന്നത് പോലെ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ഫീൽ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോ കണ്ണുകൾ അടച്ചിരുന്നോളൂ. ബ്രീത്ത് ഇൻ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. നമ്മുടെ ശരീരത്തിലേക്ക് സ്വർണ്ണ പ്രകാശം നമ്മുടെ ശരീരം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ശ്വാസത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഓക്കെ, ബ്രീത്ത് ഔട്ട് സ്ലോവിലി. നമ്മുടെ ശരീരത്തിനകത്തുള്ള എല്ലാ മാലിന്യങ്ങളും കറുത്ത പുകയുടെ രൂപത്തിൽ പുറത്തേക്ക് പോകുന്നുണ്ട്. വൺസ് അഗൈൻ ബ്രീത്ത് ഇൻ. നമ്മൾ കൂടുതൽ സന്തോഷമുള്ള ആളായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബ്രീത്ത് ഔട്ട് സ്ലോലി. വൺസ് അഗൈൻ ബ്രീത്ത് ഇൻ. നമ്മുടെ ശരീരത്തിലേക്ക് ആ സ്വർണ്ണ പ്രകാശം അകത്തേക്ക് കയറുന്നുണ്ട്. ഓക്കെ, ബ്രീത്ത് ഔട്ട് സ്ലോലി. നമ്മുടെ അകത്തുള്ള എല്ലാ മാലിന്യങ്ങളും, അനാവശ്യ ചിന്തകള്, വിഷമ, സ്ട്രെസ് കാര്യങ്ങളെല്ലാം കറുത്ത പുകയുടെ രൂപത്തിൽ പുറത്തേക്ക് പോകുന്നുണ്ട്. വൺസ് അഗൈൻ ബ്രീത്ത് ഇൻ. ഹോൾഡ് ഓൺ.
ബ്രീത്ത് ഔട്ട് സ്ലോലി. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സന്തോഷങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാം. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. എന്നിൽ ധാരാളം ഊർജമുണ്ട്. എന്നിൽ ധാരാളം ഊർജമുണ്ട്. എന്നിൽ നിന്ന് സ്നേഹവും സന്തോഷവും പ്രസരിക്കുന്നു. എൻ്റെ ചുറ്റുമുള്ളവർക്ക് എന്നിൽ നിന്ന് സ്നേഹവും സന്തോഷവും പ്രസരിക്കുന്നു. ആരുമായും നല്ലതുപോലെ ഇടപെടാനുള്ള ആകർഷണീയമായ കഴിവ് എനിക്കുണ്ട്. ആരുമായും നല്ലതുപോലെ ഇടപെടാനുള്ള ആകർഷണീയമായ കഴിവ് എനിക്കുണ്ട്. എൻ്റെ ഉള്ളില് ദിവ്യ സ്നേഹവും സൗഖ്യവും സുരക്ഷിതത്വവും അനുഭവപ്പെടുന്നു. എൻ്റെ ഉള്ളില് ദിവ്യ സ്നേഹവും സൗഖ്യവും സുരക്ഷിതത്വവും അനുഭവപ്പെടുന്നു. എന്തും ചെയ്യാനുള്ള സർവശക്തിയും പ്രാഗൽഭ്യവും എനിക്കുണ്ട്. എന്തും ചെയ്യാനുള്ള ശക്തി എനിക്കുണ്ട്. ഞാൻ കൂടുതൽ സന്തോഷമുള്ളയാളാണ്. ഞാൻ കൂടുതൽ സന്തോഷമുള്ളയാളാണ്. ഞാൻ കൂടുതൽ സന്തോഷമുള്ളയാളാണ്. മെല്ലെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് സ്ലോലി. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് സ്ലോലി. ഓക്കെ. കൈകൾ രണ്ടും കൂട്ടിയരസി കണ്ണുകൾ തടവിയിട്ട് പതിയെ തിരിച്ചു വന്നോളൂ. ഓക്കെ, സെറ്റ് ആണല്ലോ. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം, പ്രതികരിക്കാട്ടോ. ഓക്കെ. അപ്പോ നമ്മൾ ഓരോരുത്തരും ഡയമണ്ട് ആണ് എന്നുള്ളത് നമുക്കറിയാം, ആണല്ലോ. നിങ്ങൾക്ക് അതിൽ വിശ്വാസമല്ലേ? ഞാൻ ഏറ്റവും കഴിവുള്ളതാണ്, എനിക്ക് നല്ല കഴിവുണ്ട്, ഞാൻ ഏറ്റവും ബെസ്റ്റ് ആണ് എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ ആ തോന്നൽ വേണം കേട്ടോ. നമ്മള് ഏറ്റവും പവറുള്ള ആളുകൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ പവർ എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ്ഫുൾനെസ് ആയിട്ടല്ല നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്താൻ പലപ്പോഴും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഡയമണ്ട് ആണ്. അതുപോലെ തന്നെ മാജിക് ആണ് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലൈഫിൽ പ്രോബ്ലംസ് വരും, അതില്ലാതെ ഇരിക്കാന് അത് എന്റെ ലൈഫിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത്, എനിക്കൊരു പ്രശ്നം വരാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അബദ്ധമായിട്ട് മാറും എന്നുള്ളതാ. ലൈഫിൽ പ്രോബ്ലംസ് വരും, അറിയാലോ. പല പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ വരും. പക്ഷെ അതൊക്കെ നമ്മൾ അതൊരു പ്രശ്നമാക്കി കാണുമ്പോഴാണ് അത് വലിയ പ്രശ്നത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. നമുക്ക് മൈൻഡ്ഫുൾനെസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതൊരു വലിയ പ്രോബ്ലം ആയിട്ട് മാറൂല. അപ്പോ പ്രോബ്ലംസിനെ നമ്മൾ എന്താക്കാം, അതൊരു സിറ്റുവേഷൻ ആക്കിയിട്ട് നമ്മൾ നമ്മളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കണം. ചില സമയത്ത് പ്രശ്നങ്ങൾ വരും, അപ്പോ അതിനെങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ചുരുക്കം ആളുകൾ മാത്രമാണ് പ്രശ്നത്തിന് മുകളിലൂടെ പറക്കുന്ന ആളുകൾ. കൂടുതൽ പേരും പ്രശ്നത്തിലകത്ത് നിന്നിട്ട് അത് അതിൽ നിന്നോ എന്താ പറയാ, ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന, എനിക്കൊന്നിനും പറ്റുന്നില്ലല്ലോ, ഞാൻ ആകെ തളർന്നു പോയിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ പേരും. 100-ൽ 95% ആളുകളും അങ്ങനെയാണ്. വളരെ 5% ആളുകളാണ് പ്രശ്നത്തിന് മുകളിൽ സഞ്ചരിക്കുന്നവര്. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്ത് ഇനി എന്ത് ചെയ്യും എന്ന് എന്താ പറയാ നല്ല രീതിയിൽ അവർ ആ പ്രശ്നങ്ങൾ ബാധിക്കുന്നില്ല. പ്രശ്നങ്ങളുടെ വഴിക്ക് അങ്ങനെ പോകുന്നു എന്നുള്ളത്. അപ്പോ പലരും എന്താണ്, പക്ഷികളുടെ അവസ്ഥ എങ്ങനെയാണ്? മഴ വന്നാല്, കാർമേഘങ്ങൾ വന്നു കഴിഞ്ഞാൽ, കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? പേടിച്ചിട്ട് അവരവരുടെ കൂടിനകത്ത് തന്നെ ഇരിക്കൂലേ, അല്ലേ? ആണ്. പക്ഷേ നേരെ മറിച്ച് പരുന്ത് എന്താ ചെയ്യാ, ആ മഴ വന്നാലും ഇത് വന്നാലും ഒന്നും പ്രോബ്ലം ഇല്ലാണ്ട് പരുന്തിന് താഴെ ഇറങ്ങണമെങ്കിൽ മഴ മാറണം. പക്ഷേ പരുന്ത് എന്ത് ചെയ്യും? അതിന്റെ മുകളിലൂടെ പറക്കാൻ പരുന്ത് റെഡിയാണ്, ആണല്ലോ. ആണ്. അതുപോലെ ആവണം നമ്മളും. നമുക്ക് പല പ്രശ്നങ്ങൾ വരും. തെളിഞ്ഞ ആകാശം വന്നാലേ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ടേ ഞാൻ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ജീവിക്കലുണ്ടാവൂല.
ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് നമ്മളിലേക്ക് ഇങ്ങനെ ആകർഷണ നിയമം പ്രകാരം നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം നമ്മൾ തോട്ട് കൊടുക്കുന്നത് എന്താണ്? പ്രശ്നങ്ങളിലേക്കാണ് നമ്മുടെ ചിന്തകൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ എനിക്ക് മാത്രം എന്താ റബ്ബി ഇങ്ങനെ എന്നുള്ള തോട്ട് നമുക്ക് പലപ്പോഴും വരാറുണ്ട്. അത് എന്തുകൊണ്ടാ? നമ്മൾ മൈൻഡ്ഫുൾനെസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാ. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഏ നമ്മള് ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമുള്ള ലെവലിൽ നമ്മൾ ഇരിക്കുക. അപ്പോഴാണ് നമുക്ക് എന്താക്കാൻ പറ്റുക? പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആവുമ്പോൾ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അതിന്റെ മീതെ നമുക്ക് എന്താക്കാൻ പറ്റും? നടക്കാനും പറക്കാനും പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാണ്ട്, നമ്മൾ ഓടിപ്പോവാതെ എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെ എന്ന് ചിന്തിക്കുക. നമ്മൾ പരുന്തിനെ പോലെ അതിന് മുകളിൽ എങ്ങനെ പറക്കും എന്നുള്ളത് ചിന്തിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ആകാശം തെളിയട്ടെ, ബാക്കിയുള്ള മിക്ക പക്ഷികൾ എന്താ ചെയ്യാ? തെളിഞ്ഞ ആകാശം വരട്ടെ എനിക്ക് പറക്കാനെന്ന് പറഞ്ഞിരിക്കാണ്ട്, നല്ല ലൈഫ് വരട്ടെ എന്നിട്ട് വേണം എനിക്കൊന്ന് ജീവിക്കാന് എന്നുള്ളത് പറഞ്ഞിരിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യാ? പ്രശ്നങ്ങൾ വരും, അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് ചിന്തിക്കാം. ഓക്കെ. അപ്പോൾ അതിന് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ബ്രീത്തിങ് മെഡിറ്റേഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? എന്തായാലും പ്രാക്ടീസ് ചെയ്യാം. അപ്പോ പ്രോബ്ലങ്ങളുടെ ഉള്ളിൽ ജീവിക്കാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ തളർത്തും, വലിഞ്ഞു മുറുക്കും. പക്ഷേ നമ്മൾ അതിന്റെ ഉള്ളില് ഇത് എന്താ പറയാ, എനിക്കൊന്നിനും പറ്റണില്ല, ഞാൻ ആകെ കുഴങ്ങിയിട്ടുണ്ട് എന്ന് പറയാണ്ട് ഇതിൽ നിന്നും എന്തെനിക്ക്, ഓരോന്നിനും ഉത്തരം നമ്മളെ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട് ആണല്ലോ. അപ്പോ പക്ഷികളുടെ പറക്കുന്നത് കണ്ടിട്ടാണ് ആളുകൾ ചിന്തിച്ചത്. പക്ഷി കുറച്ചു പേരെന്ത് ചെയ്തു? എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പറക്കായിരുന്നു, എനിക്ക് ചിറകില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചിറകില്ലാത്തതുകൊണ്ട് പറക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചു പേര് അവിടെ ഇരുന്നപ്പോ കുറച്ചു പേരെന്താ ചിന്തിച്ചത്? ചിറകില്ലെങ്കിലും എങ്ങനെ പറക്കാം എന്നാണ് ചിന്തിച്ചത്. ചിറകില്ലെങ്കിലും എങ്ങനെ പറക്കാം എന്നുള്ള ചിന്ത വന്നപ്പോഴെന്തായി? അവര് വിമാനം എങ്ങനെ കണ്ടെത്താം എന്നുള്ള തോട്ട് വന്ന് അങ്ങനെയാണ് വിമാനം അവര് കണ്ടെത്തിയത്. അല്ലേ? നിങ്ങൾ ആരും ക്യാമറ ഓൺ ചെയ്യാത്തതുകൊണ്ട് എന്തോ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ക്യാമറ ഓൺ ചെയ്തിട്ട് പറ്റുന്നവര് ക്യാമറ ഓൺ ചെയ്യാം. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ മാത്രമാണ് എല്ലാത്തിനും ഉത്തരം നമ്മുടെ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഓരോ പ്രോബ്ലംസ് വരുമ്പോഴും അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്? തകർന്നു പോവരുത്. എനിക്കൊന്നും പറ്റണില്ല അത് ഒഴിവാക്കിയിട്ട് ഇതിൽ നിന്നും ഇതൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു പ്രോബ്ലംസ് എൻ്റെ ലൈഫിൽ ഇപ്പം വന്നിട്ടുണ്ട്, ഇതിൽ നിന്നും ഞാൻ എങ്ങനെ കയറും എന്നുള്ള ചിന്ത കൊടുക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ ഒരുപാട് പേര് പല കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കുന്നവരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷേ അതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി, എന്നിട്ടേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, എന്നിട്ട് ജീവിക്കണം എന്നുള്ള തോട്ട് കൊടുക്കാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ പ്രശ്നങ്ങളിൽ നിന്നും എങ്ങനെ പരിഹാരം കണ്ടെത്താം എന്നുള്ളത് ചിന്തിക്കുക. അതിന്റെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ മൈൻഡ്ഫുൾനെസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാവർക്കും എന്ത് ചെയ്യുക? സ്നേഹം മാത്രം കൊടുക്കുക. ഒരാള് നമ്മളെ കൊല്ലാൻ വരുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അവരുടെ അടുത്ത് നമ്മൾ എങ്ങനെയാ പെരുമാറുക? നമ്മള് പേടിച്ച ഓടാണ്, നമ്മൾ ചിരിച്ചുകൊണ്ട് എന്തേ നിങ്ങൾ ഇരിക്കിന്ന് പറഞ്ഞ് കസേര ഇട്ട് കൊടുത്ത് നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ അവരുടെ അടുത്ത് നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണെങ്കിൽ അവര് മനസ്സലിഞ്ഞു പോകും. അവരെന്തായാലും കുറച്ച് കഴിയട്ടെ എന്നുള്ളത് തീരുമാനിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണ്ട. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് ആളുകളെ കീഴടക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ ലവ് ആൻഡ് ലൈറ്റ് കൊടുക്കുകയാണ്. സ്നേഹം കൊടുക്കുക, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കൊടുക്കുക. അപ്പോൾ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതിൽ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ഇരുന്നിട്ട് നമ്മൾ ആദ്യം സെൽഫ് ലവ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഞാൻ എൻ്റെ മുമ്പത്തെ സെഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, സെൽഫ് ലവ് നിങ്ങൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നോ അതിനനുസരിച്ച് തന്നെ ആയിരിക്കും മറ്റുള്ളവരും നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങുക. നമ്മൾക്ക് സ്നേഹം മാത്രം കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മൈൻഡ്ഫുൾനെസ് ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ, നമ്മൾ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മളെ ചുറ്റുമുള്ളവർക്കും നമുക്ക് എന്ത് കൊടുക്കാൻ തോന്നുക? ദേഷ്യത്തോട് പെരുമാറാൻ തോന്നുമോ? ഇല്ല. മാക്സിമം നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് സന്തോഷത്തിന്റെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും, സ്നേഹം വന്നുകൊണ്ടിരിക്കും, അറിയാണ്ട് സ്നേഹം ഒഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെ ആവുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മളെ ചുറ്റുമുള്ളവര് നമ്മളെന്താക്കൂല,
നമ്മൾ എന്ത് പ്രശ്നത്തിലാണെങ്കിൽ പോലും നമ്മൾ അതിൽ നിന്നും വിഷമിച്ച് വിഷമവും എല്ലാം നമ്മുടെ ഇമോഷൻസിലാണ് വരുന്നത്. ഇപ്പോ ഒരാളെ നമ്മൾ വിളിക്കാം, എടാ എടാ എന്ന് വിളിക്കണം. അതിന്റെ ടോൺ ഒന്ന് മാറ്റി, ആ വിളി ഓക്കെ കുഴപ്പമില്ല. എടാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഇമോഷൻസിനാണ്, അല്ലേ? നമ്മളിപ്പോ സോഫ്റ്റ് ആയിട്ട് എടാ എന്ന് വിളിക്കുമ്പോ അത് അവിടെ എന്താ നമ്മൾ കൊടുക്കുന്നത്? ഒരു സ്നേഹത്തോട് കൂടിയുള്ള വിളിയാണ് ഫീൽ ചെയ്യാം. അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് എന്താ ഫീൽ ചെയ്യാ? വാവ്, എന്തൊരു സ്നേഹം എന്നുള്ള ഫീൽ ചെയ്യാ. നേരെ മറിച്ച് എടാ എന്ന് വിളിക്കുമ്പോ എന്താ ഉണ്ടാവുക? ഒന്ന് കട്ടി കൂടി വിളിക്കുമ്പോ അവിടെ എന്താ ഉണ്ടാവുക? അവനെന്തോ സീരിയസ് ആയിട്ട് എന്തോ ദേഷ്യപ്പെടാനുള്ള ഇതാ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇമോഷൻസിനാണ് അവിടെ എന്താവുക, പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നല്ല. അപ്പൊ വീട്ടിലോ എവിടെ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യാം, നല്ല രീതി ആദ്യം നിങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഇന്ന കാര്യങ്ങൾ എന്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിൽ നിന്നും എങ്ങനെ മറികടക്കും? അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അല്ലാണ്ട് അതിൽ പെട്ടുപോയിട്ട് നിങ്ങൾ ഇരുന്നിട്ട് ഇപ്പോ എന്താ പറയാ, ഒരു കപ്പലുണ്ടായത് എങ്ങനെയാ? മീനുകൾ നീന്തുമ്പോ ഡോൾഫിന് കാര്യങ്ങളൊക്കെ വെള്ളത്തിലൂടെ നീന്തുമ്പോഴാണ് ആളുകളുടെ മനസ്സിൽ ചിന്ത ഉണ്ടായത്. എന്താ ചിന്ത ഉണ്ടായത്? എങ്ങനെ എനിക്ക് നീന്താൻ പറ്റും എന്നുള്ള തോട്ട് വന്ന് അവര് ഷിപ്പുകൾ നിർമ്മിച്ചു. അപ്പോൾ ഷിപ്പ് നിർമ്മിച്ച് ഷിപ്പ് വെള്ളത്തിന് മുകളിലൂടെ പോവാൻ തുടങ്ങി. എപ്പോഴാ ഷിപ്പ് മുങ്ങി പോവാറുള്ളത്? അതിന് ഹോൾ ഉണ്ടാവുമ്പോഴാണല്ലേ, അല്ലേ? അതുപോലെ നമ്മുടെ അവസ്ഥ, ഷിപ്പ് ഹോൾ ഉണ്ടായി കഴിഞ്ഞാൽ വെള്ളം അകത്തേക്ക് കയറുന്നു, ഷിപ്പ് മുങ്ങിപ്പോകുന്നു. അതുപോലെ നമ്മുടെ പ്രശ്നം, നമ്മുടെ മൈൻഡിൽക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അത് നമ്മുടെ മനസ്സിന് അകത്തേക്ക് കയറുമ്പോഴാണ് അതൊരു പ്രോബ്ലം ആയിട്ട് മാറുന്നത്. അത് നമ്മുടെ അകത്തേക്ക് കയറുമ്പോൾ ഷിപ്പിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നത് പോലെ നമ്മുടെ അകത്തേക്ക് ആ പ്രോബ്ലംസിനെ നമ്മൾ കയറ്റുമ്പോഴാണ് അതൊരു പ്രശ്നമായിട്ട് മാറുക. അപ്പോൾ അത് ഉള്ളിലേക്ക് കയറ്റുന്നതിന് മുമ്പ് തന്നെ, നമ്മുടെ മൈൻഡിലേക്ക് അതിനെ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ചിന്തിക്കുമ്പോൾ അതിൽ വേണ്ട മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന ഒരാൾ, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുള്ളൂ? മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷത്തോട് കൂടിയിട്ടിരിക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവർക്കും സന്തോഷം മാത്രം കൊടുക്കുമ്പോൾ, പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മളടുത്ത് ഒരാൾ ദേഷ്യത്തോട് കൂടിയിട്ട് സംസാരിക്കുകയാണ്, ഒരു കാര്യം നമ്മളടുത്ത് എതിർത്ത് സംസാരിച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒന്ന് കൂളായിട്ടിരിക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി എന്താ പറയാ, മൈൻഡ്ഫുൾനെസ്സിനെ ഒന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല, ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളാണ്, പ്രശ്നത്തിലകത്തുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് ആരെങ്കിലും ഒന്ന് ദേഷ്യപ്പെടുകയാണ്, എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക? നമ്മളും എതിർത്ത് സംസാരിക്കും. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാത്ത ഒരാൾ ഒന്നിക്കലും എന്താ ഉണ്ടാവുക? വീട്ടിലുള്ള മറ്റാളുകൾ നമ്മളടുത്ത് എന്തെങ്കിലും ദേഷ്യത്തോടു കൂടി സംസാരിക്കുമ്പോൾ നമ്മൾ ആ ദേഷ്യം മുഴുവൻ ഒന്നുകിൽ അവരുടെ തന്നെ തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ എവിടേക്ക് പോവും? നമ്മള് മക്കളുടെ അടുത്തേക്ക് പോവും, അല്ലേ? മിക്ക സമയത്തും അതാ ഉണ്ടാവുക. എന്നിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് നമ്മളെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡ് ഓൺ ആവും. നമ്മൾ എന്താ ഉണ്ടാവുക? അത് വേണ്ടിണ്ടായിരുന്നില്ല, അങ്ങനെ ഒന്ന് സംഭവിച്ചു പോയി, എനിക്ക് വേണ്ട കുറ്റബോധം നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. ആദ്യം നിങ്ങൾ ഹാപ്പി ആയിരിക്കാനുള്ള അതിനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതുതായിട്ട് ജോയിൻ ചെയ്തവർ എത്ര പേരുണ്ട് ഇതിൽ? വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നമ്മളെ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നവരെന്നാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഹാപ്പി, അന്നത്തെ ദിവസം ഫുൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റും. അത് ഞാൻ പറഞ്ഞ സമയത്ത് ചെയ്തു, ഇപ്പം അത് സ്റ്റോപ്പ് ചെയ്തവർക്ക് അങ്ങനെയുള്ള പ്രത്യേകിച്ചൊരു ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. അത് അന്ന് കിട്ടിയിട്ടുണ്ടാവും, ഇപ്പൊ വീണ്ടും നമ്മൾ പഴയ രീതിയിലേക്ക് തന്നെ വന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ കാര്യം എന്താ വെച്ചാൽ നമ്മൾ പണിയെടുക്കണം. മൈൻഡ്ഫുൾനെസ് ആയിരിക്കണമെങ്കിലും അതിൽ പ്രോബ്ലംസിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക മീൻസ് പ്രോബ്ലംസിനെ നമ്മൾ സ്വീകരിച്ചിട്ട് അതിന്റെ മുകളിലൂടെ നടക്കണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ചിന്തകളെ നമ്മൾ ഇതാക്കണമെങ്കിലൊക്കെ നമ്മൾ പണിയെടുക്കണം. അല്ലാതെ എല്ലാത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ എളുപ്പമാണ്. പണിയെടുക്കാണ്ട് നമ്മളെ മൈൻഡിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊന്നും നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളൊന്നും വരൂല. സിമ്പിളായിട്ട് നമ്മളിങ്ങനെ എന്താ പറയാ, എല്ലാവരും ജീവിക്കണ 3 ഡയമെൻഷനാണുള്ളത്. ഒന്ന് 3D എന്ന് പറഞ്ഞാൽ സാധാരണക്കാര് വെച്ചാല് എല്ലാ സാധാരണക്കാരൻ എല്ലാ കാര്യത്തിലും നെഗറ്റീവായിട്ട് ആ ഒരു നോർമൽ ആയിട്ടുള്ള 3D. അത് കഴിഞ്ഞ് 4D ആണ്, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു അവയർനെസ് ഉണ്ട്, മൈൻഡിനെ കുറിച്ച് ചെറുതായിട്ടൊക്കെ എന്തൊക്കെ അറിയാം, അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള
എന്താ പറയാ 4 ഡൈമെൻഷനിൽ 5th Dയിൽ എത്തുന്നവർ ഹൈ ലെവലിൽ കിടക്കുന്നവരാണ്. അവർ എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് മൈൻഡ് പവർ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരാണ് 5th ഡൈമെൻഷനിലുള്ള. അപ്പോൾ നമ്മൾ 3Dയിൽ കിടക്കുന്നവർ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് 4Dയിലേക്കെങ്കിലും എത്തണം. കാരണം എല്ലാത്തിനെ കുറിച്ച് ഒരു അവെയർ ആവും. പണിയെടുക്കാണ്ട് വെറും മടിയന്മാരായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. എല്ലാ ദിവസം പോലെ എന്താ പറയുക, ഓരോ ദിവസവും ഒരേപോലെയാണ്, എല്ലാ ദിവസവും ഒരേപോലെ പോകുന്നത്. ഇന്ന് നേരം വെളുക്കുന്നത്, വൈകുന്നേരം ആവുന്നത്, രാത്രി ആവുന്നത്, അടുത്ത ദിവസം ആവുന്നത്. ഇതേ അവസ്ഥ ആയിരിക്കും മടിയന്മാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവുക. അതിൻ്റെ ഇടയ്ക്ക് കുറേ നമ്മൾ അത് ഇതൊക്കെ സംസാരിക്കുന്നത്, കുറേ റീൽസ് കാണുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ദിവസം അങ്ങ് എന്താവും, നഷ്ടപ്പെട്ടു പോകും. അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഗോൾസ് ഉണ്ടാവില്ല, പ്രത്യേകിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ ഉണ്ടാവില്ല. പിന്നെ സന്തോഷത്തോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചിലപ്പം വരും, അതിൽ നമ്മൾ കുറച്ച് സന്തോഷിക്കും. അത് നമുക്ക് ഫുള്ളി മൈൻഡ്ഫുൾനെസ് ആയിട്ട് ഇരിക്കാനും ഫുള്ളി ഹാപ്പി ആയിട്ട് ഇരിക്കാനും അതുപോലെ നമുക്ക് ഓരോ ഗോൾസ് കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ മടിയന്മാരായിരുന്നാൽ നടക്കൂല. അത് ഒരിക്കലും നടക്കൂല. കാരണം എന്താ വെച്ചാല് മടിയന്മാരുടെ 2 ദിവസം ഒരേപോലെ ആണ്, നിങ്ങളുടെ 2 ദിവസം ഒരുപോലെ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മടിയന്മാരെ പെട്ടു എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് നമ്മളെ ഡെവലപ്മെന്റിൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോ അങ്ങനെയാണ്, ഒന്നും ചെയ്യുന്നില്ല, വെറും നമ്മൾ റീൽസ് കാര്യങ്ങൾ കാണുന്നു, നേരം വെളുത്ത് നീക്കുന്നു, കുറേ ഭക്ഷണം ഉണ്ടാക്കുന്നു, കുറേ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, കുറേ മക്കൾക്ക് അത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, അതുപോലെ പിന്നെ നമ്മളെ ഡെവലപ്മെന്റിന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നത്, അതൊക്കെ ചെയ്തെങ്ങനെ പോകുന്നു, രാത്രിയാവുന്ന ഉറങ്ങുന്നു, നേരം വെളുക്കുന്നു, അതേപോലെ തന്നെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ഒരു ചേഞ്ചും ഉണ്ടാവില്ല മീൻസ് നമുക്ക് ഒന്നും നേടിയെടുക്കാനോ ഒന്നിനും പറ്റൂല. അപ്പോൾ നേരെ മറിച്ച് ഇന്നത്തെ ദിവസത്തെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആക്കണം നാളെ. നാളെ ഞാൻ എന്ത് ചെയ്യും? രാവിലെ നേരം വെളുത്താൽ തന്നെ നിങ്ങൾ ടു ഡു ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കി ഇന്ന സമയമാകുമ്പോഴത്തേക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഇന്നതൊക്കെ തീർക്കണം എന്നുള്ളതും, നാളെ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. മൈൻഡ്ഫുൾനെസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇരിക്കണം. ഒരു മിനിമം ഓരോ മണിക്കൂർ കഴിയുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ചിന്തയെ ഒന്ന് അനലൈസ് ചെയ്യുക. ഇത്ര ടൈം ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനിൽ കൂടുതലും നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ് വരിക. സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ, നമ്മളെ പോലെയുള്ളവരിൽ കൂടുതലും നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സാണ് വരിക. അതിൽ നിന്നും നമ്മൾ എന്താക്കണം, അതിനൊക്കെ മാറ്റിയിട്ട് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ളത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ പോലും അറിയാണ്ട് നമ്മളിലേക്ക് ആ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ കുട്ടികളെ പുറത്തേക്ക് വിടുമ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ പോലും ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ ചിന്തിക്കുക, ഇപ്പൊ അവനക്ക് ഒരു പനി വരാറില്ല മോനക്ക്. നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ ഓൾറെഡി നമ്മൾ പറയാറുണ്ട്, മഴ കൊള്ളല്ലേ, പനി വരും എന്നുള്ളത്. ഓക്കെ, അത് നമ്മളിങ്ങനെ കുട്ടികൾക്ക് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്, മഴ കൊണ്ടാ പനി വരും. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയായാലും ആ കുട്ടിക്ക് പനി വരാറുണ്ട്. നേരെ മറിച്ച് വെള്ളം കെട്ടി നിർത്തുന്ന നമ്മൾ കിണറിലെ വെള്ളം കൊണ്ട് കുട്ടികളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പനി ഒന്നും വരാറില്ല. അതെന്തുകൊണ്ടാ? ഓൾറെഡി നമ്മുടെ മനസ്സിൽ അത് സെറ്റാണ്. നമുക്ക് കിട്ടിയ പാരന്റിങ്ങിൽ ഇവരിങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് പ്രോഗ്രാം ചെയ്യുന്നതാണ്, മഴ കൊണ്ടാ പനി വരും, മഴ കൊണ്ടാ പനി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ മഴ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഫിയർ ഉണ്ടാവും, ഇത് കൊണ്ടുകഴിഞ്ഞാൽ എനിക്ക് പനി വരുമോ. അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ പുറത്തേക്ക് കളിക്കാൻ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അവരുടെ അടുത്ത് പറയാം, മഴ കൊള്ളല്ലേ പനി വരൂട്ടാന്നാ പറയാം. അങ്ങനെ പനി വരും. നേരെ മറിച്ച് നിങ്ങളെ തോട്ട്സിൽ നിന്നോ അതിൽ നിന്നൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കി, മഴ കൊണ്ടാ ഒരു പനിയും വരൂല. കാരണം പഠിച്ചവന്റെ അനുഗ്രഹമാണ് മഴ, അല്ലേ? ആണല്ലോ, എല്ലാവർക്കും അറിയാം. പക്ഷെ ആ അനുഗ്രഹം നമ്മളെ ക്ലെൻസ് ചെയ്യാനാണ്. അത് നിങ്ങളായാലും കുട്ടികളായാലും ഇന്ത്യയിലുള്ള എല്ലാ നെഗറ്റീവ്സിനും ഞാൻ എന്താക്കാണ് കളഞ്ഞിട്ട് ഞാൻ പുതിയൊരു വ്യക്തിയാകാൻ പോവാണ്. എന്റെ പോസിറ്റീവ് എനർജി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള ലെവലിൽ നമ്മളൊന്ന് ആ മഴയെ പോയി കൊണ്ടുപോക്കി. എന്നെ ഒരു മെഡിറ്റേഷനിൽ ഇരിക്കുന്ന പോലെ നമ്മൾ ആ മഴയത്തൊന്ന് പോയിട്ട് നമ്മൾ ഇങ്ങനെ മനസ്സിൽ ഒരു ഹാപ്പി മൂഡിൽ ഇങ്ങനെ മഴേനൊന്ന് ആസ്വദിച്ച് നിങ്ങൾ കൊണ്ടുപോക്കി, ഒരു പനിയോ കാര്യങ്ങളോ ഒന്നും വരൂല. അതേപോലെ മക്കളെടുത്ത് നിങ്ങൾ പറയാ, മഴ ദൈവത്തിന്റെ അനുഗ്രഹമാണ്, മഴ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടുള്ള പവർ കിട്ടും, നമുക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടും, നിങ്ങളൊന്ന് പോയി കൊണ്ടോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രശ്നം വരൂല. നിങ്ങൾ ഒന്ന് നോക്കിക്കോളൂണ്ടോ. നിങ്ങളായാലും ആ മഴയൊന്ന് കൊണ്ടിട്ട് നിങ്ങൾ അകത്ത്
ഒന്ന് അകത്തേക്ക് പ്രവേശിക്കാം, നിങ്ങളുടെ അകത്തേക്ക്, നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കയറാം. ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ മഴ കൊണ്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് കൂളായിട്ട് ഇരുന്ന് നോക്കി, നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. നേരെ മറിച്ച് മഴ കൊള്ളാൻ നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ പനി വരും എന്നുള്ള തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും പനി വരും. അത് അനുഗ്രഹമാണെന്ന് അറിയാത്തതുകൊണ്ടല്ലല്ലോ. അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്, അത് ഓൾറെഡി പല കാര്യങ്ങളും നമ്മളിൽ പ്രോഗ്രാം ആയി കഴിഞ്ഞിട്ടുണ്ടാവും കുട്ടിക്കാലത്ത്. നമ്മുടെ മൈൻഡിൽ പ്രോഗ്രാം, നമ്മുടെ പാരൻസിന്റെ അടുത്തു നിന്നും നമ്മുടെ ചുറ്റുപാടിൽ നിന്നൊക്കെ പല കാര്യങ്ങളും നമ്മൾ പോലും അറിയാണ്ട് പ്രോഗ്രാം ആയിട്ടുണ്ടാവും. ആ ഒരു ബിലീഫ്, ആ ഒരു കാര്യങ്ങൾ വിശ്വസിച്ച് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ കഴിവുകളും നമ്മൾ എന്താണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തൊരു അവസ്ഥ വരും. അപ്പോഴാണ് നമുക്കൊരു പ്രോബ്ലംസ് വരുമ്പോൾ, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൽ കുടുങ്ങി പോണത്. ഇതിൽ നിന്നും എങ്ങനെ മറികടക്കാം എന്നുള്ളത്, നമ്മൾ എല്ലാവർക്കും മനസ്സുണ്ട്, മനസ്സിന് പവർ ഉണ്ട്, മൈൻഡിന് പവർ ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാം. പക്ഷെ ഇപ്പോ ഒരു എന്താ പറയുക, ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത ഒരാളെ കൊണ്ടുവന്നിട്ട് ഇവിടെ അരി ഉണ്ട് കേട്ടോ, ഇവിടെ വെള്ളം ഉണ്ട് കേട്ടോ, ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഈ എന്താക്കിക്കോ, ഫുഡ് കഴിച്ചോ എന്ന് പറഞ്ഞ പോലെ ആവും. കാരണം ഫുഡ് ഉണ്ടാക്കി കഴിക്കാനാണ് ആള് പറഞ്ഞത്. ഇത് ഉണ്ടാക്കാൻ അറിയൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഉണ്ടാക്കാൻ അറിയാത്ത ഒരാളോട് ഇതൊക്കെ ഉണ്ട് ഇട്ടാ, ഈ ഫുഡ് ഉണ്ടാക്കി കഴിച്ചോ എന്ന് പറഞ്ഞു പോകുമ്പോ എന്താ ഉണ്ടാവുക, അതേപോലെ നമ്മുടെ അവസ്ഥ. നമുക്ക് മനസ്സിനെ കുറിച്ചിട്ടും മനസ്സിന് പവർ ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാം. പക്ഷെ ഇത് ഫുഡ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പണിയെടുക്കണം അല്ലെ. അരി കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് എന്താ പറയുക, ചോറാക്കണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം. അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇന്ന് നമ്മുടെ ഫസ്റ്റ് സെഷനാണ്. പലർക്കും നമ്മുടെ ഇഗ്നൈറ്റഡ് ഫസ്റ്റ് 1-2 സെഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലെ ഫസ്റ്റ് സെഷനാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക, പ്രശ്നത്തിന് മുകളിലൂടെ സഞ്ചരിക്കാന് നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവുക. അതിന് നമ്മുടെ മൈൻഡിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, നമ്മളെ മൈൻഡിനെ നമ്മുടെ കൺട്രോളിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അതിന് നിങ്ങൾ ആദ്യം ഞാൻ തന്ന ബ്രീത്തിങ് മെഡിറ്റേഷൻ നിങ്ങൾ ഒന്നും കൂടെ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് എന്താക്കാം, മെഡിറ്റേഷന്റെ, ഞാനിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് രാവിലെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ തരാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല, ഞാൻ എൻ്റെ മോനും ഞാനും ഒക്കെ ആയിട്ട് ഒരുമിച്ചാ. അപ്പോ ചില ദിവസം എൻ്റെ വീട്ടിലായിരിക്കും, ചില ദിവസം ഹസ്ബൻഡിന്റെ വീട്ടിലായിരിക്കും, എല്ലാം കൂടെ ആയിട്ട്. പിന്നെ ഇവന് ഉറക്കത്തിൽ നിന്ന് ഇവന് നേരത്തെ നീക്കും, ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് ഇവൻ നീക്കും. ഇവൻ നീറ്റ സമയത്ത് ഇവന് കരഞ്ഞോണ്ടാ ചിലപ്പോൾ നീറ്റ് വരില്ല. ആ സമയത്താവും നമ്മൾ മെഡിറ്റേഷന് ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ ആവുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്തെക്കുന്നത്, ഞാനത് സ്റ്റോപ്പാക്കിയത്. സ്റ്റോപ്പാക്കുക മീൻസ് ആദ്യം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാണ്ടിരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ വീട് പണി നടക്കുന്നുണ്ട്, അതൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെതായിട്ടുള്ള റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്ലാസ് എടുക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഒക്കെ ഇൻഷാല്ല സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏതായാലും ഇൻഷാല്ല നെക്സ്റ്റ് എന്താ പറയാ, ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് റെഡി ആവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താക്കാം, മോർണിംഗിൽ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ബ്രീത്തിങ് മെഡിറ്റേഷൻ ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഡീപ്പായിട്ട് പറഞ്ഞു തന്നിട്ട് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം കേട്ടോ, ചെയ്യാണ്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറയുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾ അതെല്ലാം കേട്ട് പോകുന്നു, അതുകൊണ്ട് കാര്യമില്ല. അപ്പോ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, നിങ്ങളെ ചിന്തകളെ ഒന്ന് അനലൈസ് ചെയ്യുക. ഒന്ന് ബാക്കോട്ട് കുറച്ച് ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ബാക്കോട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഇത്രയും സമയം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ്, ഇന്നത്തെ ഒറ്റ ടാസ്ക് അതാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ഞാൻ അടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്, അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പോസിറ്റീവായിട്ട് വന്നത്, നെഗറ്റീവ്. നിങ്ങൾ എഴുതൊന്നും വേണ്ട, എഴുതാനുള്ള ഞാൻ നാളെ പറഞ്ഞുതരാം. എല്ലാവരുടെ കയ്യിലും നോട്ട് വേണം കേട്ടോ. ഒരു നോട്ടും ഒരു പാനും ഇതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് വേണം. കാരണം നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ മൈൻഡിനെ ക്ലീൻ ചെയ്യുന്നതും മൈൻഡിനെ എങ്ങനെ മൈൻഡ്ഫുൾനെസ് ആയിട്ട് ഇരിക്കാനുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു നോട്ട് വേണം. അപ്പോൾ പിന്നെ അതല്ല, മൈൻഡ് റീപ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സ് ഉടനെ 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. കാരണം ഞാൻ ഈ മൈൻഡിനെ കുറിച്ചിട്ടും ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത് മനസ്സിലാക്കിയതൊക്കെ 2023-ലാണ്.
23-ലാണ് ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വിഷൻ ബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയത്. അതിൽ മെയിനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ വീട്, രണ്ടാമത് നമ്മുടെ എൻ്റെ വണ്ടി, അതേപോലെ തന്നെ നമ്മുടെ ഡാഫോഡിൽസ് ലേണേഴ്സ് അക്കാദമി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഓൺലൈൻ സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊരു ഓഫീസുകാരൻ. അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഞാൻ മൈൻഡിൽ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ ഈ 2025 ആയപ്പോഴത്തേക്ക് എനിക്ക് ആ കാര്യങ്ങളെല്ലാം നേടാൻ പറ്റി. അപ്പോഴാണ് എനിക്കിതിൽ കൂടുതൽ, ആദ്യം എനിക്ക് അത്ര ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല മൈൻഡിന്റെ പവറിനെ കുറിച്ചിട്ട്. ഇപ്പോഴാണ് എനിക്ക് കൂടുതലായിട്ടും ഇതിനെ കുറിച്ചിട്ട് അറിയണമെന്നും ഞാൻ എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളതുള്ള തോട്ട് എനിക്ക് വന്നത്. ഇതിൽ ഓരോരുത്തരും എൻ്റെ പാരൻസ് തന്നെയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അറിയാം, ഞാൻ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോഴും ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ഇതിൽ എഴുതി വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ, അതിൽ 100ഓളം കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കണം എന്നുള്ളതിൽ അതിൽ 50ഓളം കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ഇതിന്റെ പവറിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് എല്ലാവർക്കും കൊടുക്കണം എന്നുള്ള തോട്ട് വന്നത് എന്നുള്ള. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, മൈൻഡ്ഫുൾനെസ് ആയിട്ട് ഇരിക്കുക. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ സ്നേഹം കൊണ്ട് നടക്കുക. ആദ്യം നിങ്ങൾ സ്വയം ഇഷ്ടപ്പെടുക. നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ സ്നേഹം കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ ചുറ്റുമുള്ളവര് എന്തോ ആയിക്കോട്ടെ, നമുക്ക് ലവ് ആൻഡ് ലൈറ്റ് മാത്രമേ, സ്നേഹം മാത്രമേ കൊടുക്കാനേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഹാപ്പിനെസ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എല്ലാവർക്കും ജീവനും ഉണ്ട്, ജീവിതമുണ്ട്, പക്ഷെ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അറിയൂല അല്ലേ? പലപ്പോഴും ഉള്ള പ്രശ്നം അതാണ്. ജീവനുണ്ട്, ജീവിക്കണം, അത് എങ്ങനെ ജീവിക്കണം, ലൈഫ് അത് ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ സമാധാനിച്ചിരിക്കും. പല കാര്യങ്ങളും നമ്മൾ വരുമ്പോൾ നമ്മുടെ മൈൻഡിനെ കുറിച്ചും മൈൻഡിന്റെ പവറിനെ കുറിച്ചൊന്നും നമുക്ക് അറിയാണ്ട് നമ്മൾ എന്താ വിചാരിക്കാം, അത് വിധിയാണ്, നമ്മൾ അത് പഠിച്ചുകൊണ്ടിരുത്തുന്ന വിധിയാണ്. അത് ആ വിധി വിധി എന്ന് പറഞ്ഞിരിക്കുന്നവർ മടിയന്മാരാണ് സത്യത്തില്. വിധി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ എഫേർട്ട് എടുക്കുന്നില്ല, നമ്മൾ ഒന്നിലും എന്തില്ല ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നില്ല, നമ്മൾ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നില്ല, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നില്ല, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നില്ല, ഇതൊന്നും ചെയ്യാണ്ട് നമ്മൾ മടി പിടിച്ച ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് സംഭവങ്ങൾ വരുമ്പോൾ, എന്തൊരു പ്രോബ്ലംസ് വരുമ്പോഴും നമ്മൾ പറയാം അത് വിദ്യയാണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് നമ്മൾ എന്താണ് അതിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളത് പോലും ചിന്തിക്കാതെ എനിക്ക് അങ്ങനെ പ്രയാസങ്ങൾ വന്ന് ഇങ്ങനെ പ്രയാസങ്ങൾ എൻ്റെ ഇതിൽ അത്ര പ്രശ്നത്തിലാണ്, ഇത്ര പ്രശ്നത്തിലാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമ്മളിലേക്ക് കൂടുതൽ 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 പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതിൽ ഓക്കെ, ഒരു പ്രശ്നം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നും എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കുക. അപ്പോൾ ചിന്തകളെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത സെഷനിൽ പറയാം ഇൻഷാല്ലാ. അപ്പോൾ നാളെ എന്ത് ചെയ്യുക, പറ്റുന്നവരൊക്കെ ലൈവിൽ തന്നെ വന്നിരിക്കുക, സെറ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ റെക്കോർഡ് സെൻഡ് ചെയ്യും. നിങ്ങൾക്ക് ഇതിൽ നിന്നും നിങ്ങൾക്ക് ക്യാച്ച് ചെയ്ത പോയിന്റ്സ് ഉണ്ടാവൂലേ, അതെന്ത് ചെയ്യുക, അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലൊന്ന് നിങ്ങളിരുന്ന് ചിന്തിക്കുക. അപ്പൊ ഞാൻ വർക്ക് തന്നത് എന്താ വെച്ചാല് ഓരോ കുറച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ ഇപ്പൊ ഞാൻ എന്തായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്, ഇപ്പൊ ഞാൻ എന്താ അങ്ങനെയുള്ള അതിങ്ങനെ നമുക്ക് കൊടുക്കാം. ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഉണ്ടാവും, ഞാൻ സെൻഡ് ചെയ്ത് തരണ്ട് കേട്ടോ. അപ്പോൾ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അതുപോലെ തന്നെ കുറച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ അങ്ങനെ ആവുമ്പോൾ എന്താ പറയുക, നമുക്ക് നല്ലൊരു ഇത് കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കി, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പറ്റുന്നവരെന്ത് ചെയ്യുക, ബുദ്ധിമുട്ടില്ലാത്തവർ മൈൻഡ്രി പ്രോഗ്രാമിങ്ങിൽ ജോയിൻ ചെയ്യുക. അതിൽ കുറച്ച് ടൂൾസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഡീപ്പ്. അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാനോ പറഞ്ഞു തരാനൊന്നും പറ്റൂലാത്തത് കൊണ്ട്, കാരണം നമ്മൾ അത്രയും പേരിൽ പഠിക്കുന്നതുമാണ്, അത്രയും വലിയൊരു ഇതിൽ ഒരുപാട് പേര് പഠിച്ചിറങ്ങിയതുമാണ്. അപ്പോൾ അവർക്ക് ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് ഞാനൊരു കാര്യം നിങ്ങൾക്ക് 21 ഡേയ്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സെറ്റാക്കി വെച്ചാൽ ഓരോ ദിവസം ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാനത് നമുക്ക് എല്ലാ കാര്യങ്ങളും അവരുടെ അടുത്ത് ചോദിക്കണം, എന്നിട്ടേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊരിക്കലും പുറത്തേക്ക് കൊടുക്കരുത്, ബാക്കിയുള്ള കോച്ചസ് ഒക്കെ പിന്നെ എന്താന്നുള്ള ചോദ്യം വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ 21 ഡേയ്സിനുള്ള സംഭവങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊരു കുറഞ്ഞ എമൗണ്ടിൽ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഫ്രീ ആയിട്ട് തരാമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചാൽ അത് കിട്ടിയില്ലല്ലോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തരാത്തത് എന്തുകൊണ്ടാ വെച്ചാൽ ഞാനത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാരണം നമ്മൾ ഗൈഡഡ് ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ മെൻറ്റർ കീഴിലാണ് ഞാൻ. അപ്പൊ മെൻറ്റർ അടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരടുത്ത് ചോദിക്കണം. അങ്ങനെ ചോദിച്ചപ്പോൾ ഇത് പറ്റൂല, ബാക്കിയുള്ള കോച്ചസ് പിന്നെ എന്താ ഇത്രയും കാര്യങ്ങൾ എന്നുള്ളത് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതിൽ നിന്നും മാറിയത്. അപ്പൊ നിങ്ങൾക്ക് അത്
അതിപ്പോഴും എൻ്റെ അടുത്ത് സെറ്റാണ്. പഠിക്കാൻ താല്പര്യമുള്ളവർ, കുറഞ്ഞ മോഡൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും പഠിക്കാം. പിന്നെ എന്നും എൻ്റെ ഫ്രീ സെഷൻസ് ഉണ്ടാവും. ഫ്രീ സെഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാനും നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കാനും എന്നെ കൊണ്ട് എല്ലാത്തിനും പറ്റും. ഞാൻ ഓക്കെ ആണ്, ഞാൻ ഹാപ്പിയാണ്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിൽ അകപ്പെട്ടു പോവാണ്ട്, അതിൽ കുളിച്ചവിടെ ഇരിക്കാണ്ട് എന്ത് ചെയ്യുക, അതിന്റെ മുകളിലൂടെ ഒരു കപ്പലിനെ പോലെ ജീവിതം, നമ്മുടെ മനസ്സൊരു കപ്പൽ പോലെയാണ്. അകത്തേക്ക് നെഗറ്റീവായിട്ടുള്ള കയറി കഴിഞ്ഞാൽ മുങ്ങിപ്പോവും. കപ്പലിന്റെ ഉള്ളിൽ ഹോള് വന്ന് വെള്ളം കയറി കഴിഞ്ഞാൽ മുങ്ങിപ്പോവല്ലോ. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡും. അതുപോലെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്ത് 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 ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഭാരം നമുക്ക് താങ്ങാൻ പറ്റൂല. അങ്ങനെയാണ് പലരും പെട്ടെന്ന് അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ബാധിക്കുന്നത്. ഏ മിക്ക ആളുകൾക്കും. പിന്നെന്ന് പറഞ്ഞാൽ ആ വീട് പൊതുവെ ആണുങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അത് കുറച്ച് എന്താ പറയാ, സമാധാനത്തോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്തെങ്കിലും അവരുടെ ഉള്ളിൽ അവിടെ വെച്ചിട്ട് അങ്ങനെ പോലെ. പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെയല്ല. പെണ്ണുങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും കാര്യങ്ങൾ അതെപ്പോഴും സങ്കടമായിട്ടും കരഞ്ഞുകൊണ്ടും അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് എപ്പോഴും ഒരു അപ്പൊ അങ്ങനെ നമ്മൾ എത്രത്തോളം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ അങ്ങനെ എനിക്ക് വന്നു ഇങ്ങനെ എനിക്ക് വന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിനനുസരിച്ച് എന്താവും, നമ്മളിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കും. നല്ല വെയിലടിക്കുന്നു. കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്നൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ഹാപ്പി ലൈഫ്, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സെറ്റ് ആവണം, ഞാൻ ഓക്കെ ആണ് എന്നുള്ള ഒരു ലെവലിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, ഡെയിലി സെഷൻസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നെ റെക്കോർഡ്സ് സെൻഡ് ചെയ്ത് തരും. റെക്കോർഡ്സ് കാണാം. നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് റെക്കോർഡ്സ് ഉണ്ട്. ഞാൻ കുറച്ച് ക്ലാസ്സസ് ഒക്കെ കുറച്ചായിട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ നിങ്ങളുടെ ഫ്രീ ടൈമിലൊക്കെ അതൊക്കെ ഒന്ന് ഇരുന്ന് കാണുക. കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ ജസ്റ്റ് അതായത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്ത പോയിന്റ്സ് ഉണ്ടാവുമല്ലോ, അതൊന്ന് എഴുതി വെക്കുക. അത് എഴുതി വെച്ചിട്ട് അതില് വർക്ക് ചെയ്യാൻ നോക്കുക. കാരണം എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് എല്ലാ കാര്യങ്ങളും കൂടെ ഉൾക്കൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ ഞാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ നേരത്തെ എണീറ്റിട്ട് ആകാശത്തേക്ക് നോക്കാനും നല്ല ഹാപ്പി ആയിട്ട് ചിരിക്കാനും നമ്മൾ അന്നത്തെ ദിവസം ഫുൾ പോസിറ്റീവായിട്ടിരിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിൽ അവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്താം. നിങ്ങൾ പെട്ടെന്ന് പണിയൊക്കെ കഴിച്ച് എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള തോട്ട് കൊടുക്കുക. എന്റെ ഡെവലപ്മെന്റിന് ഈ 2025 വരുന്നത്, എനിക്ക് ഇതേപോലല്ല, എനിക്ക് പുതിയൊരാളായിട്ട് മാറണം, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള തോട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു പെർസെൻറ്റേജെങ്കിലും നിങ്ങൾ ഓരോ ദിവസങ്ങളും മാറാൻ ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഇൻഷാല്ലാ നാളെ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. ചിന്തകളെ കുറിച്ചിട്ട് സംസാരിക്കാം. ഓക്കെ. അപ്പൊ ഇൻഷാല്ലാ നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പറയാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ അറിയിക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലല്ലാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരും പല ഗ്രൂപ്പിലായിട്ടുണ്ടാവും. നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾ അറിയിക്കുക കേട്ടോ. ഓക്കെ. ആരും മിണ്ടാണ്ടിരിക്കരുത് കാര്യങ്ങളൊക്കെ. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരുമ്പോഴാണ്, അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോഴാണ് അടുത്ത ആളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ അല്ലെ, എന്നാ എനിക്കൊന്ന് നോക്കാലോ എന്ന്. അപ്പൊ ആ ഒരു ആളിൽ എന്തെങ്കിലും മാറ്റം നമുക്ക് നമ്മുടെ വാക്ക് കൊണ്ട് അവർക്ക് മാറാൻ പറ്റി കഴിഞ്ഞാലോ, അപ്പോൾ അതിൽ നിന്നും ചെറിയൊരിത് നമുക്കും കിട്ടൂലേ. അവരുടെ ഹാപ്പിനെസ്, അവർക്ക് സന്തോഷിക്കാൻ പറ്റി കഴിഞ്ഞാൽ അതിന്റെ ഒരു പങ്ക് നമ്മളും